തൃക്കടവൂർ ശിവരാജു വീണ്ടും ദുരിതഗതിയിലേക്കോ? തൃക്കടവൂർ ശിവരാജു എന്ന ഗജരാജനെ അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. എന്നാൽ നിലവിലെ ആനയുടെ അവസ്ഥ ആരും കാണാതെ പോകരുത്. ആനയുടെ സംരക്ഷണവും പരിപാലനവും ഇപ്പോൾ ദുരിതഗതിയിലേക്ക് തള്ളിവിടുന്നതിന് തുല്യമായി മാറിക്കൊണ്ടിരിക്കുകയാണോ? ആനയുടെ തറയും ചുറ്റുപാടും വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിലായി വരുന്നു. ഇതുമൂലം അണുബാധ ഉണ്ടാകാനും ആനയുടെ ആരോഗ്യസ്ഥിതിക്കും ജീവനും വരെ ദോഷം ഭവിക്കാനും കാരണമാകുന്നു. മുൻകാലങ്ങളിൽ ഇതുപോലെയുള്ള അണുബാധ മൂലം ആനകൾ ചരിഞ്ഞിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. 2 ആഴ്ചയായിട്ടും ആനയുടെ പരിപാലനത്തിന്റെ ഭാഗമായി തേച്ചു കഴുകുകയോ പാദങ്ങൾ വൃത്തിയാക്കുകയോ ചെയ്തതായി കാണുന്നില്ല. കാലിലെ ചങ്ങലകൾ മാറ്റിക്കെട്ടാത്തത് മൂലം മുറിവുകൾ ഉണ്ടാകാനും വ്രണമായി മാറാനും തന്മൂലം അണുബാധ ഉണ്ടാകാനും സാധ്യത കൂടുതലാണ്. ആനയുടെ ചുമതലക്കാർ മാറി വന്നു എന്നുള്ളത് പറഞ്ഞ് ഈ കാര്യങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചു നിന്നാൽ ആനയുടെ ആരോഗ്യത്തിനും ജീവനും വേണ്ടി നാളെ കണ്ണീർ പൊഴിക്കേണ്ടി വരും. 1 മാസത്തിനുള്ളിൽ മതപ്പാടിലേക്ക് പോകുന്ന ആനയെ നിലവിൽ ഒരു കെട്ടിയെഴുപ്പിന് വിട്ടുകൊടുക്കേണ്ടതുണ്ടോ? ചിന്തിക്കുക, വിവേകത്തോടെ തീരുമാനങ്ങൾ കൈക്കൊള്ളുക.